താലി ഇറ്റേണൽ വെഡിങ് കളക്ഷൻസ് ബൈ ചുങ്കത് ജ്വല്ലറി. ഇതെല്ലാം എന്റെ കല്യാണത്തിന് വാങ്ങിയതാ. വാവ്, ഇതെവിടുന്നാ? MV ചാക്കോ ഗോൾഡൻ ഡയമണ്ട്സ് അങ്കമാലി. കാലടിയിൽ പോറ്റിയെ കയറ്റിയെ സ്വർണം ചെമ്പായി മാറ്റിയെ എന്ന പാരഡി പാട്ട് ഒരുമിച്ച് ഉച്ചത്തിൽ പാടി പ്രതിഷേധം. കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഓപ്പൺ എയർ ഓഡിറ്റോറിയത്തിന് മുൻവശത്താണ് പ്രതിഷേധ പരിപാടി നടത്തിയത്. DCC ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് KB സാബു ഉദ്ഘാടനം ചെയ്തു. മുഖ്യമന്ത്രിയെ പയ്യപ്പോ എന്ന് പറഞ്ഞുണ്ടാക്കിയ അതും ഇതിന്റെ പാരഡിയായിരുന്നു. അങ്ങനെ എത്രയോ പാരഡികൾ ഉണ്ടായിട്ടുണ്ട്. അപ്പൊ അന്നൊക്കെ ഇതിനെക്കുറിച്ച് പറഞ്ഞാൽ ഇവർ പറയുന്നത് ആവിഷ്കാര സ്വാതന്ത്ര്യം, കമ്മ്യൂണിസ്റ്റുകാർക്ക് മാത്രമുള്ളതാണോ ഈ ആവിഷ്കാര സ്വാതന്ത്ര്യമൊക്കെ? ഇപ്പൊ എവിടെ പോയി ഇവരുടെ സാഹിത്യകാരന്മാര്? ഇവര് ഈ പറയുന്ന സാംസ്കാരിക നായകന്മാരൊക്കെ എവിടെയപ്പോ? ഇന്നത്തെ പത്രത്തിൽ നിങ്ങൾ വായിച്ചു കാണും. അതായത് ഇതിനെക്കുറിച്ച് പല ആളുകളും ഇന്ന് പറഞ്ഞിട്ടുണ്ട്. സച്ചിദാനന്ദൻ കേരള സാഹിത്യ അക്കാദമിയുടെ ചെയർമാനാണ്. സച്ചിദാനന്ദൻ തന്നെ പറഞ്ഞിരിക്കുന്നു, ഇത് വളരെ മോശമായി പോയി. ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം ഇങ്ങനെ ഒരു പാരഡി ഉണ്ടാക്കിയതിനെതിരെ കേസ് കൊടുക്കും, അല്ലെങ്കിൽ അവരെ ജയിലിലടയ്ക്കുമെന്നൊക്കെ പറയുന്നത് വളരെ മോശമായി പോയി എന്ന് പറയുന്നു. നമ്മുടെ സിനിമാ നടൻ സലിംകുമാർ ഉൾപ്പെടെ ഉള്ള ആളുകൾക്ക് ഇതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. പ്രസിഡന്റ് റിന്നി പാപ്പച്ചൻ അധ്യക്ഷത വഹിച്ചു. ഇതിന്റെ പക വീട്ടാൻ ഈ തെരഞ്ഞെടുപ്പിൽ ഐക്യ ജനാധിപത്യ മുന്നണിക്ക് ഏറ്റവും കൂടുതൽ സഹായകമായിട്ടുള്ള ഒരു പാരഡി ഗാനം, ആ ഗാനം രചിച്ചവർക്കും ആ ഗാനം പ്രചരിപ്പിച്ചവർക്കുമെതിരെ സർക്കാർ കേസെടുത്ത് ഈ ആക്ഷേപഹാസ്യത്തോടു കൂടിയിട്ടുള്ള ഈ പാട്ടിനെ ഇല്ലായ്മ ചെയ്യാൻ ശ്രമിക്കുന്ന സർക്കാരിന്റെ തെറ്റായ നടപടികൾക്കെതിരെ പ്രതിഷേധിച്ചുകൊണ്ട് ഇന്ന് എറണാകുളം ജില്ലയിലെ മുഴുവൻ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റികളുടെയും നേതൃത്വത്തിൽ ഈ പാട്ട് ഉച്ചത്തിൽ പാടാൻ തീരുമാനിച്ചതിന്റെ ഭാഗമായിട്ടാണ് ഇന്ന് കാലടി ടൗണിൽ പോറ്റിയെ എന്നുള്ള പാട്ട് പാടിക്കൊണ്ട് സർക്കാരിനെതിരെയുള്ള പ്രതിഷേധം രേഖപ്പെടുത്താൻ ഞങ്ങളുടെ ഒത്തുകൂടിയിട്ടുള്ളത്. DCC മെമ്പർ ജോയ് പോൾ, ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി വൈസ് പ്രസിഡന്റുമാരായ KC ബേബി, സ്റ്റീഫൻ മടവന, ടിനു തറയിൽ, ഷൈജൻ തൊട്ടപ്പള്ളി, ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി ജനറൽ സെക്രട്ടറിമാരായ AA യാക്കോബ്, സ്റ്റീഫൻ പട്ടത്തി, ബിനോയ് കൂരൻ, സിജു കല്ലുങ്ങൽ, മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി വൈസ് പ്രസിഡന്റുമാരായ ജിനേഷ് വർഗീസ്, ലേഖ വത്സൻ, ഇന്ത്യൻ യൂത്ത് കോൺഗ്രസ് കാലടി മണ്ഡലം പ്രസിഡന്റ് ജോജോ ജോൺ, ജനപ്രതിനിധികളായ സീന ദേവസിക്കുട്ടി, പുഷ്പകല തങ്കപ്പൻ, ഹർഷ മനോജ്, പൗളി ബേബി, നേതാക്കളായ ജെറിൻ ജോയ്, TK വേലായുധൻ, VV അമൽദാസ് തുടങ്ങിയവർ സംസാരിച്ചു. എനിക്ക് ഒറ്റ കാര്യമേ പിണറായിയോട് പറയാനുള്ളൂ. ഉമ്മാക്കി കാട്ടി പേടിപ്പിക്കണ്ട. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെയോ ഐക്യ ജനാധിപത്യ മുന്നണിയെയോ ഉമ്മാക്കി കാട്ടി പേടിപ്പിക്കാൻ പിണറായി വിജയൻ തുനിയണ്ട എന്ന് മാത്രമാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. ഞങ്ങളിവിടെ കണ്ടതാണ്. ഇനിയും ഞങ്ങൾ വിളിക്കും പിണറായിക്കെതിരെ. അയ്യപ്പന്റെ സ്വർണം കട്ടവർക്ക് കൂട്ടുനിൽക്കുന്ന, അവരെ സംരക്ഷിക്കുന്ന ഈ പിണറായി ഗവൺമെന്റിനെതിരെ ശക്തമായ പോരാട്ടം ഞങ്ങൾ നടത്തും. അയ്യപ്പന്റെ ഈ നഷ്ടപ്പെട്ട സ്വർണം, ഈ അയ്യപ്പനെ കട്ടുപിടിപ്പിച്ച ഈ കള്ളന്മാര് തുറങ്കിലടയ്ക്കുന്നത് വരെ ഞങ്ങൾ ഈ സമരങ്ങളുമായി മുന്നോട്ട് പോകും. ഇനിയും